ഈ കാണുന്ന വലിയ വെള്ളത്തുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ ടാപ്പ് കഷ്ണം വെച്ചിട്ടാണ്. അതായത് വൈറൽ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട്, നാനോ ടാപ്പ്, ഗ്രിപ്പ് ടാപ്പ്, മാജിക്കൽ ടാപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ട് എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ടാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? എന്താണ് ഈ വൈറൽ ടാപ്പ്? എന്താണ് ഈ ഒരു നാനോ ടാപ്പ്? അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ചെറുതും വലുതും പലതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത്രയും വലുപ്പമായിട്ടോ, ഇത്രയും വലുപ്പമായിട്ട് ഈ കാണുന്ന ടാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ടാപ്പ് കൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പ് ടാപ്പ് എന്നാണ് ഇവിടെ ഒരു പേരായിട്ട് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് നോർമൽ കുറച്ച് കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ സാധാരണ ടാപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ടാപ്പാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പല യൂസേജിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു ടാപ്പിനെ പല രീതിയിലേക്ക് നമുക്ക് കൗതുകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് പല രീതിയിൽ. കാരണം ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടാപ്പ് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 3 മീറ്ററിൻ്റെതാണ് ഇത് റോള്. അപ്പോൾ 3 മീറ്ററിൻ്റെ റോളിന് 120 രൂപയ്ക്കാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗ്രിപ്പ് ടാപ്പ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടാപ്പ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡും, അതായത് ഈ ഭാഗം ഒട്ടും രണ്ട് സൈഡും ഒട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ പശയുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തും പശയുണ്ട്. ആ പശ കിട്ടണമെങ്കിൽ, അതായത് ആ ഗമ്മ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു കവർ ഉണ്ട് കേട്ടോ, ഒരു പ്രൊട്ടക്ഷൻ. അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗം ഒട്ടുന്ന രീതിയിലാകും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു കത്രികയിൽ തന്നെ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഇതിൻ്റെ അറ്റത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്കിതൊരു ഇതായില്ലേ, ഇതേപോലെ സംഭവമില്ലേ. അതിനുശേഷം നമ്മളിത് ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് തോന്നുന്ന പെന്നായിരിക്കും, ഒന്ന് കുറച്ച് ടെമ്പർ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു പേനയുടെ ഇത് ഇവിടെ വെച്ച് കൊടുക്കുക. ഈ താഴെ ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കുക, അമർത്തി ഒട്ടിച്ച് കൊടുക്കുക. കുറച്ചൊക്കെ പ്രസ് ചെയ്തിട്ട് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ആ ഭാഗം ഒട്ടി. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതും കൂടി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ആ പേനയുടെ ഭാഗത്ത്, അതായത് പേനയിലൂടെയാണ് ലെയർ എത്തുന്നത്, ആ ഭാഗം മാത്രമായിട്ട് പേനയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിലൊരു ഷീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഷീറ്റ് നമ്മൾ ഇതേപോലെ, അതായത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുകളിലുള്ള ഈ ഒരു ഷീറ്റ് നമുക്ക് ഇങ്ങനെ പറിച്ച് ഒഴിവാക്കാം. അതോടുകൂടി ഇതിൻ്റെ പുറം ഭാഗം ഒട്ടി തുടങ്ങും കേട്ടോ. ഇനി നമ്മൾ എവിടെയും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടി പിടിക്കും. ഈ ഒരു പേനയുടെ മറ്റേ അറ്റത്ത് കൂടെ ഊതി കൊടുക്കാം. കണ്ടോ, വീർത്ത് വരുന്നുണ്ടോ? ഒരു ടാപ്പാണ്, അതായത് ആ ടാപ്പ് അത്രയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ആ വീർത്ത് വരുന്നത്. ഓക്കെ, കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഇവിടെ ഒട്ടി. ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മളിതിനെ ക്ലോസ് ചെയ്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ അവിടെ ഒട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, നമുക്കൊരു ബോളായിട്ട് കിട്ടിയില്ലേ. ഇപ്പോൾ സംഭവിച്ചത് എന്താ മനസ്സിലായി? അതായത് ആ ടാപ്പിൻ്റെ ആ ഭാഗം, അതായത് ബാക്കിയുള്ള ഭാഗം ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. ആ ഒരു ടാപ്പിലേക്ക് നമ്മൾ എയർ ചെന്ന ഭാഗം അങ്ങോട്ട് വീർത്തിട്ട് ഇതേപോലെ ഒരു ബോൾ രൂപത്തിലായി. അപ്പോൾ ചെറിയൊരു ടാപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം വീർത്തിട്ടാണ്. അത്രയും ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വലുതാകുന്ന ഒരു സംഭവം കൂടി മാത്രമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? നമ്മൾ ഇതുപോലത്തെ ഒരു സാധാ നോർമൽ ടാപ്പിനെ നമ്മൾ ഇതേപോലെ ഒരു ബോൾ രൂപത്തിലാക്കി ചെറിയൊരു പീസ് എടുത്തിട്ട്, അപ്പോൾ ഇനി നമ്മൾ അതിനെ വലിയ വലിയ പീസുകളൊക്കെ ആക്കിയിട്ട് വലിയ ബോൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇനി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വെള്ളം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ആ വൈറലായിട്ടുള്ള ആ ഒരു ബബിൾ ഉണ്ടല്ലോ, അതായത് വെള്ളം നിറച്ചിട്ടുള്ള ആ ഒരു ബോൾ, വാട്ടർ ബോൾ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ നമ്മുടെ വീട്ടിൽ പൈപ്പ് ഉണ്ടാവില്ലേ, ടാപ്പ് ഉണ്ടാവും, ആ ടാപ്പിന് കണക്കാക്കിയിട്ട് ഏകദേശം കണക്കാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇത് ചുറ്റി കൊടുക്കുക കേട്ടോ. കുറച്ച് കയറ്റിയിട്ട് ഇതേപോലെ കുറച്ച് കയറ്റണം, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് പോരും കേട്ടോ. അതിനുശേഷം ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ടാപ്പും കൂടി ഒഴിവാക്കാം. കുറച്ച് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിക്കുക. അത് പ്രസ് ചെയ്തതോടുകൂടി തന്നെ ഒന്നാവും. പിന്നെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, താഴെ ഭാഗം ഇതേപോലെ ആ അറ്റം മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പ്രസ് ചെയ്താൽ മതി. ഇനി നമ്മൾ പൈപ്പ് തുറക്കുക. ഇങ്ങനെ വരുമ്പോൾ ഹോൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഹോൾ അടഞ്ഞോളൂ. ഇങ്ങനെ നടക്കുക. കണ്ടോ, ഇത്രയും പോരെ? ഇതാണ് സംഭവം. ഇനി നമ്മൾ ഇവിടെ ഇത് ഇങ്ങനെ വെള്ളത്തോടെ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ എടുക്കുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടോ ഒക്കെ എടുത്താൽ മതി. അതായത് ആ ഓപ്പണിംഗ് അവിടെ ഒട്ടണം, അത്രയേ ഉള്ളൂ. ഇതേപോലെ ഒട്ടിച്ചങ്ങ് എടുത്താൽ മതി. ഒരു ബോൾ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ഈ പീസ് ഇവിടെ ബാക്കിയുണ്ട്. അതായത് നമുക്കൊരു ബോൾ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയെങ്കിലൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലീക്ക് അവിടെ കൂടി നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ എയറിൽ അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊരു സീക്വൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ളിൽ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതാ കുറച്ച് സീക്വൻസുകൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കുക. അതുപോലെ തന്നെ ഒരു പേനയുടെ ഒരു ഭാഗം ഇവിടെ വെച്ചും കൊടുക്കണം.
ആ ഒരു ഷീറ്റ് ഒഴിവാക്കുക. ഇനി നമ്മൾ ഇത് ഊതി വീർപ്പിക്കുക കേട്ടോ. ഓക്കെ, ഇതായത് കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ ആ പേന കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കൈ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഒട്ടിച്ച് കൈ എടുക്കുമ്പോൾ ആ സീക്വൻസുകളുണ്ട് ചാടി കളിക്കുന്നതിൻ്റെ ഉള്ളിൽ. ഇതിനി പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങോട്ട് പൊട്ടിപ്പോട്ടോ. പിന്നെ നമുക്ക് ഒന്നിനും പറ്റില്ല കേട്ടോ. ഇതേപോലെ ഒരു ചെറിയൊരു ഇതായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കുക. വലുതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് അവസാനം അതിലേക്ക് എയർ ഇറക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ പീസുകളാക്കി എടുക്കുക കേട്ടോ. ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ഇതെന്താ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡും എവിടെ ഒട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിതാ ഈ ഒരു ടേബിളിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിതാ ഓരോന്ന് ഇത്രയും വലുപ്പത്തിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കുകയാണ്. എടുക്കുക, അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഒരു 1/4 സെൻറ്റിമീറ്റർ മുകളിലൂടെ വെച്ചതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇതേപോലെ കൊണ്ടുപോകാം. അതിൻ്റെ അതേ വലുപ്പമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാം. 5 പീസ് ഉണ്ടോ, അതാ കൈ വെക്കുമ്പോൾ കണ്ടില്ലേ, 5 പീസായിട്ട് കണ്ടോ. 5 പീസും ഒന്നാക്കിയിട്ടുണ്ട്, വലിയൊരു ഷീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇതുപോലത്തെ പൂ എന്തെങ്കിലും വെക്കാൻ പറ്റും. ഈ പൂ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനക്കുക. അതിന് ശേഷം ഈ വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കളയാം. കുറച്ച് സീക്വൻസുകളൊക്കെ ഇട്ട് കൊടുക്കുക ഏതായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ സീക്വൻസുകൾ നിറച്ചിട്ടുണ്ട്, വാരി വിതറിയിട്ടുണ്ട് ഇതിൽ. ഇനി നമ്മളിത് ജസ്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് 2 പൂവും കൂടി വെച്ചിട്ട് നമ്മളിതിനെ ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററിലിട്ടു. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കൊണ്ട് ഒട്ടിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒട്ടിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് നമ്മുടെ പാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ഈ പാനും കൂടി വെച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കണ്ടോ, വീർക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹോളുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വീർപ്പിച്ചിങ്ങനെ വരുന്ന ടൈമിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ അവിടെ പൊട്ടി. അപ്പോൾ ഇതാണ് സംഭവം. ഇതേപോലെ പൊട്ടി കഴിഞ്ഞാൽ പൊട്ടി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊതിയ ടൈമിൽ ഇവിടെ പൊട്ടി, അതിന് ശേഷം അത് വലിഞ്ഞിട്ട് പൊട്ടി. അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൂവും അതുപോലെ തന്നെ ആ സീക്വൻസുകളൊക്കെ വേറിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടൊക്കെ നിന്നിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വലുപ്പത്തിലൊന്നും എടുത്തിട്ടുണ്ട്. ഏകദേശം 15 സെൻറ്റിമീറ്ററോളം വലുപ്പത്തിൽ, 15 അല്ല, ഏകദേശം 18 സെൻറ്റിമീറ്ററോളം വലുപ്പത്തിൽ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കൊക്കെ സീക്വൻസുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇവിടെ ഒന്നും ഒട്ടൂല, ഈ ഭാഗം മാത്രമേ ഒട്ടുള്ളൂ സീക്വൻസുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ ഇതുപോലത്തെ ഒരു ചെടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഇത് നനച്ചതിന് ശേഷം നന്നായിട്ട് കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതും കൂടി ഇവിടെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മളിതാ ഇത് മടക്കാൻ പോകും കേട്ടോ. ഹോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുക. ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ പാനെ കടത്തി വെക്കുക. അപ്പോൾ നമ്മൾ വീർപ്പിച്ച് വെക്കാൻ പോകും കേട്ടോ. ഇത്രയും വലുപ്പമായിട്ടോ, അടിപൊളിയല്ലേ. ഇനി വീർപ്പിക്കട്ടോ. ഇതാ ഇത്രയും വലുപ്പമായിട്ട്, ഇതാ അടിപൊളിയല്ലേ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുന്ന നമ്മുടെ ആ ഒരു ചെടി ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തുകൊണ്ട് തന്നെ അത് എങ്ങോട്ടും നീങ്ങുന്നുണ്ട് കേട്ടോ. ഇതാ ഇത്രയും പോരെ, ഇതിനിയും വലുതാവും കേട്ടോ. പക്ഷെ നമ്മൾ ഇതിൽ നിർത്താൻ പോവാണ്. ഇതിൽ നിർത്തുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇത് നന്നായിട്ടൊന്ന് ഇവിടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡൊക്കെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഒരു ബോളായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിലുണ്ടായിരുന്ന നമ്മൾ ഇട്ടിരുന്ന ആ ഒരു തെച്ചിപ്പൂവില്ലേ, ആ തെച്ചിപ്പൂ നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങും കണ്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറൽ ടാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം റിയൽ തന്നെയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ട് പിന്നെ വെള്ളത്തിൻ്റെത് കണ്ടല്ലോ, അതായത് വെള്ളം ഉള്ളിലേക്ക് ആയിക്കൊണ്ട് ഒരു വെള്ളത്തുള്ളി പോലെ വലിയൊരു വെള്ളത്തിൻ്റെ ഒരു ബോളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ കണ്ടു. അപ്പോൾ വളരെ സിമ്പിളായിക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. ഈ ഒരു ടാപ്പ് എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനറികൾ കിട്ടും, അതുപോലെ തന്നെ ഫാൻസികളിൽ കിട്ടും, അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ കിട്ടും. ഇതിൻ്റെ പേര് ഗ്രിപ്പ് ടാപ്പ് എന്നാണ്. അതായത് നാനോ ടാപ്പ് അല്ലെങ്കിൽ നാനോ ടാപ്പ് ചോദിച്ചാൽ മതി, മാജിക് ടാപ്പ് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ട്രാൻസ്പെറൻറ്റ് ടാപ്പ് എന്ന് ചോദിച്ചാൽ മതി.
അപ്പോൾ ഈ ഒരു ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഇതിപ്പോൾ നമ്മൾ സാധാരണ നോർമൽ 1-2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും നമ്മുടെ വീണ് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വീണ് കഴിഞ്ഞാൽ പൊട്ടിട്ടത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചുരുങ്ങി നേരത്തെ കണ്ടല്ലോ പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവുന്നത്, അതേപോലെ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇത് സാധാരണ നല്ല യൂസിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു ടാപ്പ് നല്ല പവർ ആയിട്ടുള്ള ടാപ്പാണ്. 2 സൈഡും ഡബിൾ സൈഡ് നല്ല പവർ ആയിട്ടുള്ള ഗ്രിപ്പുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.